ഹായ് ഫ്രണ്ട്സ്, നമുക്കൊന്ന് വിഷു സ്പെഷ്യൽ പുളിയിഞ്ചി ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, ശർക്കര, പച്ചമുളക് എന്നിവ നമുക്ക് റെഡിയാക്കി വെക്കാം. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാകുമ്പോൾ ഇഞ്ചിയിട്ട് നന്നായി വാട്ടിയെടുക്കാം. അതിനുശേഷം വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് നന്നായി വാട്ടിയെടുക്കാം. പിന്നീട് നമ്മൾ പുതിർത്ത് വെച്ച പുളിവെള്ളം നന്നായി പിഴിഞ്ഞ് ആ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടിയും ചേർത്ത് അല്പം ഉപ്പും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. പുളിവെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പൊടിച്ച് വെച്ച ശർക്കര ചേർക്കാം. ഇതിലേക്ക് നമ്മൾ അരി, ഉലുവ, എള്ള് എന്നിവ എടുത്ത് ഒന്ന് ചൂടാക്കി നല്ലോണം വറുത്ത് പൊടിക്കണം. ഈ പൊടി നല്ലവണ്ണം തിളച്ച് കുറുകിയ പുളിയിഞ്ചിയിലേക്ക് നമുക്ക് ചേർക്കാം. നല്ലോണം കുറുകിയതിന് ശേഷം മാത്രമേ ഇത് ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇതിന് തണുക്കുമ്പോൾ നല്ല കട്ടിയിൽ ഉണ്ടാവും. ഇനി ഇതിലേക്കുള്ള വറവ് റെഡിയാക്കാം. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഒരു അല്പം ഉലുവയും ഉണക്കമുളകും ചേർത്ത് നമുക്ക് വറവിടാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുളിയിഞ്ചിയാണിത്. ഈ വിഷുവിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഹാപ്പി വിഷു.